പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷനോ വിശദീകരണങ്ങളോ ഒന്നും ആവശ്യമില്ലാത്തൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു ഇത്. ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണത് ഈ ഒരു റൂമിലാണ്. നമ്മുടെ ലിവിങ് റൂമാണ്. കുഞ്ഞൊരു റൂമാണ്. മാക്സിമം ഗ്രീനാക്കി വെക്കാൻ ഞാൻ ട്രൈ ചെയ്യണ ഒരു റൂമാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ ക്ലീനിങ് വീഡിയോ ഞാനിങ്ങനെ എടുത്തു തുടങ്ങിയപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ അത് ഷൂട്ട് ചെയ്ത് ഇടാമെന്ന്. കാരണം പല ആൾക്കാർക്കും ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എൻ്റെ ഗ്രീൻ ലാൻഡ് എന്ന് ഞാൻ വിശേഷിപ്പിക്കണ എൻ്റെ റൂമാണ് ഈ ലിവിങ് റൂം. നമ്മൾ ബെഡ്റൂമിലേക്കൊക്കെ ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് പോണത്. അപ്പം മാക്സിമം നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് ടി വി കാണുന്നതും പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതും. പിന്നെ ഇവിടെ തന്നെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയയും വരുന്നത്. അപ്പോൾ മാക്സിമം ഇവിടെ തന്നെ ഇരിക്കാറ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ അതിന്ന് ചെയ്യുമ്പോൾ ഈ ഒരു ടി വിയൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത ആ സമയം തൊട്ട് ബാക്ക് സൈഡൊന്നും ക്ലീനേ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വാൾ മൗണ്ട് ടൈപ്പ് ആയതുകൊണ്ട് അത് കുട്ടികൾക്ക് ഇനി അറിയില്ല കേട്ടോ. കാരണം അവർ കറിഞ്ഞു കഴിഞ്ഞാൽ അവർ ടി വി കാണുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് അങ്ങോട്ട് നീക്കി വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോടത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. മുമ്പിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. എങ്ങോട്ട് വേണമെങ്കിലും തിരികെ മറിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് ക്ലീൻ ചെയ്തതോട് കൂടിയിട്ട് ആ ഒരു ഏരിയ ഫുള്ള് ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മളൊന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പണികൾ വരുമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ് ഞാൻ ഒരു പണി സ്റ്റാർട്ട് ചെയ്യാത്തത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തായാലും അത് അവസാനിപ്പിക്കണമെന്ന് തോന്നി. അങ്ങനെ ടി വി ഷെൽഫ് ഫുള്ള് ആ ഒരു ഏരിയ ഫുള്ള് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു കപ്പ് വെച്ചതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊടി നിറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ക്ലീൻ ചെയ്യണ ആളല്ല. ഞാൻ ചെയ്യുകയാണെങ്കിൽ അത് ഫുള്ളായിട്ട് ഒറ്റയടിക്ക് ക്ലീൻ ചെയ്യുള്ളൂ. ഇത്തിരീശയായിട്ട് ചെയ്യണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല. അതായത് ഒരു വീട് ഫുള്ള് ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്യില്ല. പക്ഷെ ഒരു ഏരിയ എടുത്തിട്ട് ഞാൻ ചെയ്ത് തുടങ്ങി അത് ഫിനിഷ് ചെയ്തിട്ടേ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഈ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ എടുത്തിട്ട് ആദ്യം ഇങ്ങനെ തുടയ്ക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ മനസ്സിലായി തുടച്ചാലൊന്നും ഒരു സംഭവങ്ങൾ പോയില്ല എന്നുള്ളത്. അപ്പോൾ കഴുകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിന് പകരം പ്ലാസ്റ്റിക് വാങ്ങിച്ചു വെക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയണത് ഈ ഒരു പൊടി പിടിക്കലാണ്. ഇതൊക്കെ പൊടി ശരിക്ക് തട്ടിക്കളഞ്ഞില്ലെങ്കിൽ ഭംഗിയും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മന്ത്ലി വൺസെങ്കിലും ഇതുപോലെ തുടച്ചെടുക്കുക, പിന്നെ കഴുകിയെടുക്കുക. അതൊക്കെ നല്ലതാണ് പ്ലാസ്റ്റിക് പ്ലാന്റ്സൊക്കെ. എന്നാൽ ഒറിജിനൽ പ്ലാന്റ്സ് വെക്കാൻ ലൈറ്റ് ഇല്ലാത്തടത്ത് നമുക്ക് വേറെ നിവർത്തിയില്ലല്ലോ. പിന്നെ പല തക്കിട തരികട വേലകളൊക്കെ ചെയ്തിട്ടാണ് ഞാനിങ്ങനെ പല കാര്യങ്ങളും എസ്തെറ്റിക് ആക്കാൻ നോക്കണത്. അപ്പോൾ ഈ ഒരു ചെറിയ ചാനൽ പോലത്തെ സംഭവമൊക്കെ കാണാണ്ടിരിക്കാൻ ഞാൻ ഈ കർട്ടനിൽ ഡബിൾ സൈഡ് ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് മറച്ചൊക്കെ വെക്കും. പിന്നെ ഈ ഒരു മോൺസ്റ്റർ പ്ലാന്റ് ലീഫ് അവിടെ വെച്ചതിൻ്റെ മെയിൻ കാരണം തന്നെ ആ ഒരു ലൈനിങ് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആകെ ഒരു ലൈവ് പ്ലാന്റ് ഉള്ളത് നമ്മുടെ സി പ്ലാന്റ് ഞാനിപ്പോൾ ഈ അടുത്ത് പോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് കൊണ്ടുവച്ചേക്കുക. ഈ ഒരു ഹാങ്ങിങ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. ഇതൊന്നും നമുക്ക് തുടച്ചെടുക്കാൻ പറ്റില്ല, കഴുകിയേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ കൊണ്ടുപോയി നല്ലൊരു കുളിപ്പിച്ചു. അതിനെ അവിടെ തന്നെ തൂക്കിയിട്ടു ഉണക്കിപ്പിച്ചു. എന്നിട്ടാണ് കൊണ്ടുവച്ചത്. പിന്നെ ഈ ഒരു ലൈവ് പ്ലാന്റ്സിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പൊടി തുടച്ചില്ലെങ്കിൽ ആ ഫോട്ടോസിന്തസിസ് അവിടെ നടക്കില്ലല്ലോ. അപ്പോൾ ആ പൊടിയൊക്കെ നമ്മൾ സമയാസമയങ്ങളിൽ തുടച്ച് അല്ലെങ്കിൽ കഴുകിയൊക്കെ എടുക്കണം. കഴുകിയെടുക്കാൻ എനിക്ക് താല്പര്യമില്ല, മണ്ണിലൊക്കെ വെള്ളമാവില്ലേ. അതുകൊണ്ട് ഞാൻ തുടച്ചെടുത്തു. കുറച്ച് ലീവ്സല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം കാണണം. പിന്നെ ഈ ഒരു ചേച്ചിക്ക് കൂട്ടിന് 1 വർഷത്തിനോ 2 വർഷത്തിനോ ശേഷം ഒരു ചേട്ടനെ കൊണ്ട് കൊടുത്തപ്പോൾ ഈ ചേച്ചിയുടെ ഭംഗിയൊക്കെ പോയ പോലെ തോന്നി കേട്ടോ, പൊടി പിടിച്ചിട്ട്. അപ്പോൾ ആ ചേട്ടന് തീരെ മാച്ചിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കൈയോടെ ആ ചേച്ചിനെ നന്നായിട്ടൊന്ന് കുളിപ്പിച്ചെടുത്തു. അപ്പോൾ നല്ല മാച്ചിങ് ആയിട്ടോ. പിന്നെ വീട്ടിൽ ഒറ്റയ്ക്കുള്ളപ്പോൾ എന്തിലെങ്കിലുമൊക്കെ വലിഞ്ഞ് കയറുമ്പോൾ സൂക്ഷിക്കണം. നല്ല ഉറപ്പുള്ള ഇതുപോലെ വുഡൻ ചെയർസൊക്കെ യൂസ് ചെയ്തിട്ട് വേണം കയറാൻ. ഇല്ലെങ്കിൽ ആരും ഹെൽപ്പിനുണ്ടാവില്ല വീണ് കഴിഞ്ഞാൽ. അതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാനും കയറിയത്. പിന്നെ ഈ ഒരു ഭാഗവും നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും. ഈ ഒരു ഷെൽഫൊക്കെ വേറൊരു സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് സ്റ്റെപ്പായിട്ടുള്ള ഒരു ഷെൽഫായിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവിടുത്തെ യൂസ് ഇല്ലയെന്ന് കണ്ടപ്പോഴാണ് ഇത് ചേർത്തിട്ട് ഒരു വലിയ ഫ്ലോട്ടിംഗ് ഷെൽഫ് പോലെ ഇവിടെ ഫിക്സ് ചെയ്തത്. അപ്പോൾ എല്ലാം നമ്മളിവിടെ കുറേ കാര്യങ്ങൾ റീയൂസ് ചെയ്തിട്ടുണ്ട്, പുതിയതായിട്ട് പണിയാതെ. അപ്പം നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കളർ കോമ്പിനേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനിങ്ങനെ വുഡിൻ്റെ ആ ഒരു ടീക്ക് വുഡിൻ്റെ കളറ് പ്ലസ് ബ്ലാക്ക്, അതാണ് ശരിക്ക് ഈ ഗ്രീനിന് ഒരു മാച്ചിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ആ ഒരു ഷെൽഫ് അടക്കം ഞാനെല്ലാം തുടച്ച് വൃത്തിയാക്കി. ഇനിയിപ്പോൾ സാധനങ്ങൾ അറേഞ്ച് ചെയ്യാനുള്ള
ആ ഒരു ലുക്കിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് തീരെ അങ്ങോട്ട് മിനിമലായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന്. കാരണം നമ്മൾ ഒരു സാധനങ്ങളും അങ്ങനെ വെറുതെ കളയില്ല. അപ്പം എൻ്റെ തന്നെ ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന സാധനത്തിൻ്റെ അതിനേക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ. ഈ ഒരു ലോഫിംഗ് ബുദ്ധ ഇപ്പോൾ കാണിച്ചതൊക്കെ ശരിക്കും ഒരു 15 വർഷത്തോളം പഴക്കമുള്ളതാണ്. പിന്നെ എൻ്റെ ഞാൻ യൂസ് ചെയ്യണ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഡെക്കർ ഐറ്റംസ് ഒന്നും ഞാൻ അങ്ങനെ കളയാറില്ല. ഈവൻ ഇഫ് ചെറിയ എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ പോലും അതെങ്ങനെയും റിപ്പയർ ചെയ്തിട്ട് റീയൂസ് ചെയ്യാനേ ട്രൈ ചെയ്യുള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ മിനിമലാക്കി വെക്കാനും അധികം കുത്തി നിറയ്ക്കാതെ വെക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളത് വേണമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കണം. പിന്നെ നമ്മുടെ വീടിൻ്റെ ആ ഒരു ലുക്കിനനുസരിച്ചിട്ട് മാറ്റിയെടുക്കണം. പക്ഷെ എനിക്കൊന്നും അങ്ങനെ തീരെ പറ്റില്ല കേട്ടോ. ഈ ഒരു ഗുരുവായൂരപ്പൻ്റെ ബിംബം ചെറുത് ആണെങ്കിലും ഈ ഒരു കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും ഒന്നും നമ്മൾ കളയേ അല്ലെങ്കിൽ എടുത്ത് മാറ്റി വെക്കാനൊന്നും നമുക്ക് തോന്നേയില്ല. അതെപ്പോഴും നമുക്ക് കാണുന്ന രീതിയിൽ വെക്കണമെന്നേ നമുക്ക് തോന്നുള്ളൂ. അപ്പം തന്നെ ആ മിനിമൽ എന്ന് പറഞ്ഞ ആ കൺസെപ്റ്റ് അവിടെ നിന്ന് പോകും. നമുക്ക് മാക്സിമലിസത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കാരാവും. കാരണം മാക്സിമം കുത്തി നിറയ്ക്കുക, കാരണം ഇതൊന്നും എടുത്ത് വെച്ചിട്ട് എന്താ കാര്യം, അങ്ങനെയായിരിക്കും നമ്മുടെ മൈൻഡ് സെറ്റ് ഉണ്ടാവുക. എല്ലാത്തിനും നമുക്ക് ഓരോരോ ഓർമ്മകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് എൻ്റെയൊക്കെ ഒരു ഏജിലുള്ള ആൾക്കാർക്ക് ആ ഒരു സാധനം വാങ്ങിച്ച സമയത്തെ ഓർമ്മകളായിരിക്കും, കിട്ടിയതായിരിക്കും. ഇപ്പം ഈ ഒരു ബുദ്ധേനെ കാണിച്ചത് എനിക്ക് ഓഫീസിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂട്ടിയിട്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു തന്നത്. അപ്പോൾ എനിക്കത് എവിടെയെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുവയ്ക്കാൻ പറ്റില്ലല്ലോ. ഈ ബുദ്ധ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ വാങ്ങിച്ച ബുദ്ധയാണ്. അപ്പോൾ ഈ ബുദ്ധേനെ എനിക്ക് എടുത്ത് ഉള്ളിൽ വെക്കാൻ പറ്റില്ല. അങ്ങനെ ഓരോ സെൻറ്റിമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് മിനിമലിസം ഒരിക്കലും ശരിയാവില്ല. എന്നാലും ഞാൻ ഈ ഒരു സോഫയുടെ ഭാഗത്തും ഒക്കെ മാക്സിമം അവിടെയൊക്കെ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പം ഞാൻ ഒഴിവാക്കിയേക്കാണ്. കാരണം ആ ചുമരിൻ്റെ ഭംഗി, ആ ഒരു ഗ്രീൻ കളറ് മാക്സിമം മറക്കരുത് എന്നുള്ള രീതിയിൽ ഞാൻ ഒരുവിധം സാധനങ്ങൾ ഇവിടെ പാനലിങ് ചെയ്യാത്തതും അതുകൊണ്ടാണ്. ഇവിടെ സാധാരണ ആ ഒരു ടിവിയുടെ വയറുകൾ കാണാണ്ടിരിക്കാൻ പാനലിങ് വേണമെങ്കിൽ ചെയ്യാം എന്നൊക്കെ ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു ആകെ കുറച്ച് സ്ഥലത്താണ് ആ ഒരു ഗ്രീൻ കളർ പെയിന്റ് അടിച്ചേക്കണേ. അപ്പോൾ നമ്മൾ പാനലിങ് ചെയ്തിട്ട് അതും കൂടി മറച്ചിട്ട് ഒരു കാര്യമില്ല, ഗ്രീൻ ഭംഗിയെ പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഓപ്പൺ ആയിട്ടാണ് അങ്ങനെ വിട്ടിരിക്കണേ. അങ്ങനെ ലാസ്റ്റ് നിമിഷത്തിലേക്ക് നമ്മുടെ ക്ലീനിങ്ങും അടിച്ചുവാരലും ഒക്കെ കഴിഞ്ഞു. സോഫയുടെ ഒരു കവർ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്നറിയില്ല, കറക്റ്റ് ആ കളർ കോമ്പിനേഷൻ എനിക്ക് കിട്ടുകയും ചെയ്തു. അത്ര വലിയ വിലയില്ല, ഒരു 399 റേഞ്ചിൽ കിട്ടി. അങ്ങനെ അതും സെറ്റ് ചെയ്ത് ലിവിങ് റൂം സിമ്പിളാണ്, പക്ഷേ മിനിമൽ എന്ന് പറയാനും പറ്റില്ല. എങ്ങനെയായാലും എൻ്റെ മനസ്സിന് പിടിച്ച രീതിയിൽ ഞാൻ ഒരുക്കി, അത്ര തന്നെ. പിന്നെ ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യണത് ഞാനാണല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്കിഷ്ടമുള്ള പോലെ വീട് ഒരുക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.